ഹലോ ഗൈസ്, സൈലത്തിന്റെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ സെക്കൻഡ് ടൈം എക്സാം കഴിഞ്ഞു. ഇനി നിങ്ങൾ മുന്നിലുള്ള എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമും. അത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം പബ്ലിക് എക്സാം, അതായത് ആനുവൽ എക്സാം ആണ്. ആ എക്സാമിന് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ കാന്തിക ഫലം അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങൾ എന്ന ചാപ്റ്ററിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 5 ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമക്കൾ, ഈ ഒരു 5 ചോദ്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി ആ സെക്കൻഡ് ചാപ്റ്റർ സെറ്റ്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ആദ്യത്തെ ഒരു ചോദ്യം, ടോപ്പ് 5 ചോദ്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഗൈസ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്നാമത്തെ ചോദ്യം വായിക്കൂ. എപ്പോഴും നമുക്ക് ഇതിനകത്ത് ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റുമായി ബേസ് ചെയ്തിട്ട് പല എക്സ്പെരിമെന്റുകളും വരുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ എക്സ്പെരിമെന്റ്. അതായത് ചിത്രത്തിലേക്ക് നോക്കൂ, ഒരു AB എന്ന ഒരു കണ്ടക്ടർ, അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഭാഗത്ത് ഒരു മാഗ്നറ്റിക് നീഡിൽ, ഒരു കാന്ത സൂചി വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ദിശയിലേക്ക് അത് ഡിഫ്ലക്ട് ചെയ്യുന്നു, ഏത് ദിശയിലേക്ക് അത് ചലിക്കുന്നു എന്ന് കണ്ടെത്തുന്ന ഈ രൂപത്തിലൊരു ചോദ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം പിടിച്ചോളൂ, ചോദ്യം വായിച്ചോളൂ. ആദ്യത്തെ ചോദ്യം എന്താണ്? ചോദ്യം എല്ലാവരും വായിച്ചേ. കാന്ത സൂചിയുടെ ഉത്തര ധ്രുവം, അതായത് നോർത്ത് പോൾ, ഏത് ദിശയിലാണ് തിരിയുന്നത്? അല്ലേ? ടു വിച്ച് ഡയറക്ഷൻ വിൽ ബി ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ടേൺ? ഏത് ദിശയിലേക്ക് ചലിക്കുന്നു, ഏത് ദിശയിലേക്ക് തിരിയുന്നു? അപ്പോൾ ഓൾറെഡി നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരച്ചേക്കുക, നോർത്ത് സൗത്ത്, അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ നോർത്ത് പോള് ആന്റി ക്ലോക്ക്, അപ്രദക്ഷിണ ദിശയിലേക്കാണ് തിരിയുന്നതെങ്കിൽ അത് വെസ്റ്റിലേക്കും, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഇതൊക്കെ നമുക്കറിയാം. ഇനി ക്ലോക്ക് വൈസ് ആണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഈസ്റ്റിലേക്കായിരിക്കും. ഈ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിതിനകത്തൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പോൾ ആ ഒരു പാട്ടൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കും. ഒന്നുമില്ല, ഈ ചിത്രത്തിലേക്ക് നോക്കി, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക, നോക്കിക്കോളി. എല്ലാവരും നോക്കിയില്ല. ഇനി ഇതിനകത്ത് പോസിറ്റീവ് ഏത് ഭാഗത്താണ് കണക്ട് ചെയ്തത്? പോസിറ്റീവ് ഇവിടെയാണ്, നെഗറ്റീവ് ഇവിടെയാണ്. അതുകൊണ്ട് കറണ്ട് പാസ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്ത് ഈ ഒരു ചിത്രം തന്ന് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞത് എന്താണ്? കറണ്ട് പാസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക്, അല്ലെ? കറണ്ട് പാസ് ചെയ്യുന്ന ഇങ്ങനെ ആന്റി ക്ലോക്ക് ആണെങ്കിൽ താഴെയുള്ള കാന്തസൂചിയും ആന്റി ക്ലോക്കിലേക്ക് വിഭ്രംശിക്കുന്നു, ഡിഫ്ലക്ട് ചെയ്യുന്നു, ടേൺ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഗൈസ്? ഓർമ്മയുണ്ട്, എനിക്കറിയാം. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ താഴെയുള്ള കാന്തസൂചിയും വിഭ്രംശിക്കുന്നത്, താഴെയുള്ള കാന്തസൂചിയും ഡിഫ്ലക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? ആന്റി ക്ലോക്കിലേക്കായിരിക്കും. ആന്റി ക്ലോക്കിലേക്കാണെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും? അത് വെസ്റ്റിലേക്കായിരിക്കും. എങ്ങോട്ടായിരിക്കും? പടിഞ്ഞാറിലേക്കായിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ട് എനിക്കറിയാം. ഇനി രണ്ടാമത്തെ ചോദ്യം എപ്പോഴും വരിക, വിച്ച് ഈസ് ദ റൂൾ യൂസ്ഡ് ടു അറൈവ് ദിസ് ഇൻഫറൻസ്? അല്ലേ? ഈ ഒരു നിയമം, ഏത് നിയമം പ്രയോജനപ്പെടുത്തിയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കളെ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. എപ്പോഴും പല കുട്ടികൾക്കും കൺഫ്യൂഷൻ വരാറുണ്ട്, ഇത് സ്വിമ്മിംഗ് റൂളാണോ, ആംബിയസ് സ്വിമ്മിംഗ് റൂളാണോ എന്നൊക്കെ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആംബിയസ് സ്വിമ്മിംഗ് റൂൾ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് റൈറ്റ് ഹാൻഡ് റൂളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് പഠിച്ചാൽ മതി? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പഠിച്ചാൽ. വലതുകൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ വലതുകൈ നിയമം ഉപയോഗിച്ചാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്, മാത്രം ഓർത്തിച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം മക്കൾ എപ്പോഴും പ്രതീക്ഷിക്കാൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ടോപ്പ് 5 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് അവിടെ മാഗ്നറ്റിക് നീഡിൽ ഏത് ദിശയിലേക്ക് ചലിക്കുന്നു എന്നൊക്കെ കണ്ടെത്താൻ ഈസി മെത്തേഡ് ഓർത്തേക്കുക. കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ക്ലോക്ക് വൈസ്, കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ താഴെയുള്ള മാഗ്നറ്റിക് നീഡിലും ഡിഫ്ലക്ട് ചെയ്യുന്ന ആന്റി ക്ലോക്ക്. ഇനി ഇവിടെ ഏത് നിയമം പ്രയോജനപ്പെടുത്തിയിട്ടാണെന്ന് ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക, അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്, വലത് കൈ പെരുവിരൽ നിയമം. അവിടെ അമ്പാനെ ഫസ്റ്റ് ചോദ്യം നിങ്ങൾ പഠിച്ചോ? എന്താ സ്ഥിതി? അപ്പൊ ഇനി ഇതൊന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കോ? ഇല്ല, തെറ്റിച്ചാൽ ഞാൻ അടിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ, നമുക്ക് എപ്പോഴും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള
ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ ബേസ് ചെയ്തിട്ടും നമുക്ക് ചോദ്യം വരാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം കണ്ടാൽ മതി, രണ്ടിന്റെയും ചോദ്യം ഒന്ന് തന്നെയാണ്. കാരണം ഇവിടെ എക്സ് വൈ എന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ചിത്രം കണ്ടാൽ ഓർത്ത് വയ്ക്കുക, എക്സ് വൈ എന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാവും, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരിക. അത് അവിടെ എക്സ് വൈ. ഇതിലിപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, ഈ എക്സ് ഭാഗത്ത് മാത്രമുള്ള കാര്യമാണ് ചോദിച്ചത്. പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് ആണോ, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ദ ഫൈൻഡ് ദ ഡയറക്ഷൻ, ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം ഏത് എന്നാണ്. ഇത്രയുള്ളൂ നമ്മളെ ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നപ്പോഴും പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഇതാണ് പോസിറ്റീവ്. ഇവിടുന്ന് കറണ്ട് മുകളിലേക്കാണ് പാസ് ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഹലോ ഗൈസ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഇതെന്താണ്, രണ്ടാമത്തെ ടോപ്പ് മോസ്റ്റ് രണ്ടാമത്തെ ഒരു ചോദ്യം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നേരത്തെ ഈ സ്റ്റഡിന്റെ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റ് ആണിത്. അപ്പൊ ഇത് രണ്ടാണ് സാധാരണ എപ്പോഴും പരീക്ഷയ്ക്ക് വരിക. അപ്പൊ കറണ്ട് എപ്പോഴും ഈ എക്സ് എന്ന ഭാഗത്ത്, അതായത് എ ബിയിലേക്ക്, അതായത് മുകളിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, മുകളിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്ന ഓർത്തേക്കുക. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നത് മുകളിലേക്കാണെങ്കിൽ നിങ്ങൾ ഇത്ര ഓർത്തേക്കുക, പരീക്ഷ ഹാളിൽ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിയ പേൻ അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് വലത് കൈ തമ്പ് റൂൾ എന്ത് ചെയ്യുക, വലത് കൈ പെരുവിരൽ നിയമം ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കറണ്ട് പാസ് ചെയ്യുന്നത് ഇത് എ ഇത് ബി ആണെങ്കിൽ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പൊ അവിടെ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചോദ്യം ബിയിൽ നിന്ന് നോക്കുമ്പോൾ എക്സിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ, അതല്ലേ ചോദ്യം വന്നുള്ളത്. കണ്ടില്ലേ, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എക്സ് വെൻ ലുക്കിംഗ് ഫ്രം ബി. ഇതാണ് ബി, ഇത് എ. മുകളിൽ നിന്ന് ഞാൻ നോക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് മുകൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞതാ ആന്റി ക്ലോക്ക് ആണ്, അല്ലെ, അപ്രദക്ഷിണ ദിശയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ആന്റി ക്ലോക്ക്, അപ്രദക്ഷിണ ദിശ. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ എങ്ങനെ വരുന്നത്, ഒന്നുകൂടി പറഞ്ഞുതരാം, ദ ആന്റി ക്ലോക്ക്. അപ്പൊ എക്സ് എന്ന ഭാഗത്തേക്ക് ആന്റി ക്ലോക്ക് ആണ്. അങ്ങനെയെങ്കിൽ വൈ എന്ന ഭാഗത്തേക്ക് എങ്ങനെ ആയിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രദക്ഷിണമാണ്, ഇവിടെ ഏതാണ്, ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം ഏതാണ്, ഏത് റൂളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതേ റൂൾ തന്നെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ, വലത് കൈ പെരുവിരൽ നിയമം. അപ്പൊ ഈ സ്റ്റഡിന്റെ എക്സ്പെരിമെന്റിൽ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് മക്കളെ. അപ്പൊ ഒരു കാരണവശാലും ഇത് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളും സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ടോപ്പ് 5 ചോദ്യങ്ങൾ, ആദ്യത്തെ 2 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, എപ്പോഴും സോളിനോഡിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം വരും. അതുകൊണ്ട് തന്നെ ഒരു സോളിനോഡിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ളൂ, എന്താണ്, ഇവിടെ ചോദ്യം എന്താണ്, കറണ്ട് ക്യാരിങ് സോളിനോഡ് ഡെപിക്റ്റഡ് അബവ്, അല്ലെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഈ കറണ്ടിന്റെ ദിശ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ദ പൊളാരിറ്റി എ, ഫൈൻഡ് ദ പൊളാരിറ്റി ബി, ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതി, ബാക്കി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഈസിയാണ്. നോക്കിക്കോളൂ, കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടെ എങ്ങനെയാണ്, അങ്ങോട്ടാണ്, അല്ലെ, കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടുന്ന് ഇതിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടൊക്കെ ഇതേ ചിത്രമാണിത്. ഇവിടെ എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് ആണ്. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആന്റി ക്ലോക്ക് ആണ്. അപ്പൊ ഇവിടുന്ന് നോക്കുന്ന ഒരാൾക്ക്, അതായത് ഇവിടുന്ന് നോക്കുന്ന ഒരാൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്താൻ ആന്റി ക്ലോക്ക് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമുള്ളൂ, എന്താണ്, ഒന്നുമില്ല, പരീക്ഷകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ പെൻസിലും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ ഒരു കോപ്പർ വയർ, അതായത് സോളിനോഡിന്റെ ഒരു വയർ ഇങ്ങനെ പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പേന പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പേന പിടിച്ചു, ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേന പിടിച്ചിട്ട് ഈ വയറിന് പകരം ഇങ്ങനെ വിരൽ വെച്ചു, ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിന് നോക്കി നോക്കുക, ആന്റി ക്ലോക്ക് ആണ് ഇവിടെ. എനിക്ക് നോക്കുമ്പോൾ ഇവിടെ ആന്റി ക്ലോക്ക് ആയിട്ട് വന്നു. അതുകൊണ്ട് ഇവിടെ ഏതാണ്, നോർത്ത് പോൾ. ആന്റി ക്ലോക്ക് ആണെങ്കിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഏതാണ്, നോർത്ത് ആണ്. ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, നോക്കിക്കോളും. കറണ്ട് പാസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക്. അപ്പൊ ഇവിടുന്ന് ഒരു പെൺകുട്ടി നോക്കുന്ന സമയത്ത് ഉണ്ടല്ലേ, ആന്റി ക്ലോക്ക് ആണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോർത്ത് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ആൾക്ക് എന്തായി തോന്നുന്നു, സൗത്ത് ആയി തോന്നുന്നു. അങ്ങനെയെങ്കിൽ എ എന്നത് ഏതായിരിക്കാം,
നോർത്ത് ആയിരിക്കും. അപ്പോൾ ബി ഏതായി മാറും? സൗത്ത്. അപ്പോൾ നമ്മൾ സോളിനോയിഡുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇങ്ങനത്തെ പ്രതീക്ഷിക്കാം. അപ്പോൾ ടോപ്പ് 5 ചോദ്യം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റ്. പിന്നെ വരുന്നത് ഏതാണ് മക്കളെ? സോളിനോയിഡിൻ്റെ പൊളാരിറ്റി കണ്ടെത്താൻ പറയും. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അതൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിൽ 3ാമത്തെ ചോദ്യം ഏതാണ്? സോളിനോയിഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം, വാ എൻ്റെ അമ്മേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം. ഇതെന്താണ് ചോദ്യം? പരീക്ഷയ്ക്ക് ഇതേപോലത്തെ ഒരു ചോദ്യം ഉറപ്പാണ് മക്കളെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് ഇതിന് പറയുക, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് പറയും ഈ AB എന്ന കണ്ടക്ടർ ഏത് ദിശയിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ഏത് ദിശയിലേക്ക് ചലിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു നിയമം ഏതാണ്? ഇനി അതോടൊപ്പം റൈറ്റ് ടു മെത്തേഡ് റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ് എന്താ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ മോഷൻ എന്ത് ചെയ്യാണ്? റിവേഴ്സ് വരാൻ അതിന് 2 മെത്തേഡുകളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. എന്താണ് ചോദ്യം എന്ന് വായിച്ചു നോക്കൂ. വൈദ്യുതി പ്രവഹിക്കുന്ന എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ AB എന്ന ചാലകത്തിൻ്റെ ചലനദിശ കണ്ടെത്തുക. അത് അകത്തേക്കാണോ പുറത്തേക്കാണോ? അതെ, ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? രണ്ടാമത്തെ ചോദ്യം, ചാലകത്തിൻ്റെ ചലനദിശ കണ്ടുപിടിക്കാൻ സഹായിച്ച നിയമം ഏത് എന്നാണ്. അപ്പോൾ ഇവിടെ ഏത് നിയമം ഉപയോഗിച്ചാണ്? മൂന്നാമത്തെ ചോദ്യം, ചാലകത്തിൻ്റെ ചലനദിശ വിപരീതമാക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. മക്കളെ, ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. സിമ്പിള്. ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. എന്താണ്? ഇങ്ങനത്തെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കണ്ടെത്തേണ്ട ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ തമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാലകത്തിൻ്റെ ചലനദിശ ഫോഴ്സാണ്. ഫാദർ മദർ ചൈൽഡ് എന്നൊക്കെ പറയൂ അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആൻസർ കണ്ടെത്തുമ്പോൾ അതിനേക്കാൾ ഈസി മെത്തേഡ് ഈ ക്ലാസ് കണ്ട ഒരു കുട്ടിക്ക് ഇനി ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോളൂ, ഇത്രേ ഉള്ളൂ. എന്താണ് ഇവിടെ? ഇവിടെ എന്താണ് തന്നിട്ട്? ഇവിടെ നോർത്താണ്, ഇവിടെ സൗത്താണ്. എപ്പോഴും നമ്മളൊരു മാഗ്നറ്റിൻ്റെ ആ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ നോർത്ത് സൗത്ത് ഇങ്ങനെയല്ലേ? മുകൾ ഭാഗത്ത് എപ്പോഴും നോർത്ത്, താഴെ ഭാഗത്ത് ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും. കറക്റ്റ് ആണല്ലോ. ഇനി കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എയിൽ നിന്ന് കറണ്ട് പാസ് ചെയ്യുന്ന ഇങ്ങോട്ടാണ്. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടുന്നാണ് എയിൽ നിന്ന് ബി വഴി ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. നോർത്ത് പോളും സൗത്ത് പോളും, മുകളിൽ നോർത്തും താഴെ സൗത്താണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ നോക്കുക, ABI. ഞാൻ അവിടെ ഒരു ഐഡിയ പറയട്ടെ. എന്താ നോക്കിക്കോളൂ, ABI ചാലകത്തിലൂടെ ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്തതിലൂടെയാണ് ABI. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? നോർത്ത് മുകളിലും സൗത്ത് താഴത്താണ്. അപ്പോൾ ഇവിടെ ഒരു കോഡ് ജസ്റ്റ് വെറുതെ ഓർത്തേക്കുക. എന്താ അറിയോ? NSനെ ആ B, അതായത് AB എന്നുള്ള കണ്ടക്ടർ, I എന്ന് പറഞ്ഞ കറണ്ട് ഉള്ളിലേക്ക് വിളിച്ചു. പഠിച്ചു, ഇത്രേ ഉള്ളൂ. NSനെ അബി ഉള്ളിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കട്ടെ. എന്താണ് NS എന്ന് പറഞ്ഞാൽ അതാണ് നോർത്ത് സൗത്ത്. അബി എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞ കണ്ടക്ടർ, അവിടെ കറണ്ട്. അപ്പോൾ NSനെ അബി ഉള്ളിലേക്ക് വിളിച്ചു. അതായത് ഈ ചാലകം ഉള്ളിലേക്ക്, ഈ ചാലകം എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക? ഫസ്റ്റ് ഉള്ളിലേക്ക്. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. അവിടെ അമ്പാനെ ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? നോർത്ത് എപ്പോഴും മുകളിൽ തന്നെ ആയിരിക്കും, സൗത്ത് എപ്പോഴും താഴെ തന്നെ ആയിരിക്കും. കറണ്ട് എപ്പോഴും എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. ഇങ്ങനെയാണെങ്കിലാണ് NSനെ അബി ഉള്ളിലേക്ക് വിളിച്ചു. ഇനി ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ എന്താ സംഭവിക്കുക? നേരത്തെ ഉള്ളിലേക്കാണെങ്കിൽ അത് പുറത്തേക്കാണ്. ഇനി ഇവിടെ നോർത്തിന് പകരം ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത് വന്നാൽ എന്താ സംഭവിക്കുക? അപ്പോഴും അത് പുറത്തേക്കാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ ചിത്രം മാത്രം പഠിച്ചു വെക്കുക ഗൈസ്. നിങ്ങൾ ഈ ഒരു ഒറ്റ ചിത്രം മാത്രം പഠിച്ചു വെക്കുക. എന്താണ്? മുകൾ ഭാഗത്ത് നോർത്തും താഴെ സൗത്തും. അപ്പോൾ ഇവിടെ A, ഇവിടെ B. എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു. മുകൾ ഭാഗത്ത് നോർത്തും സൗത്ത് ആണെങ്കിൽ NSനെ ബി ഉള്ളിലേക്ക് വിളിച്ചു. ഓർത്ത് വയ്ക്കുക. ഇതിലേതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് പുറത്തേക്കാവും. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുക, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുക. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ചലനദിശ മാറുന്നു. അതാണ് ഇവിടെ 2 മെത്തേഡ് എഴുതാൻ പറഞ്ഞത്. ഇനി ഇവിടെ ഏത് നിയമമാണ് ഉപയോഗിക്കേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇങ്ങനത്തെ ഒരു ചിത്രം വന്നാൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇത് ഏത് ഉപയോഗിച്ചാണ് കണ്ടെത്തേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഓർത്ത് വയ്ക്കുക. ഏതാണ്? ഇടത് കൈ നിയമം. ഇടത് കൈ അല്ല, ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമമാണ് ഉപയോഗിക്കേണ്ടത്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് പഠിക്കാൻ ഈസി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ചോദ്യം കൊണ്ട് പഠിച്ചു വെക്കണം. ഇവിടെ നോക്കി, ഇതും ഇതേപോലെ തന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് A to D, എയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഡിയിലേക്ക് എത്തുന്നത്,
ദെൻ ദ മോഷൻ ഓഫ് ദ ആർമേച്ചർ ഈസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതേ ചിത്രം തന്നെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും വരും. എന്നിട്ട് എന്താ ഇവിടെ നോർത്തും സൗത്തും നമ്മളോട് തന്നു. എന്നിട്ട് കറണ്ടിന്റെ ദിശ എയിൽ നിന്ന് ഡിയിലേക്കാണെങ്കിൽ ആർമേച്ചറിന്റെ ചലനം പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ നമ്മളോട് ചോദിക്കും. ഒന്നുമില്ല, ഇതിന് ഞാനൊരു ഈസി മെത്തേഡ്, ഇതും നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒന്നും ഉപയോഗിക്കണമെങ്കിൽ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും ഇങ്ങനത്തെ ഒരു ചിത്രം മാത്രമേ വരുള്ളൂ. കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? ദാ എയിൽ നിന്ന് ബി വഴി സി വഴി ഡി ഇങ്ങനെ എത്തി. അപ്പോൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഇത് ക്ലോക്ക് വൈസ് ആണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഈ ഒരു ഈസി മെത്തേഡ് ഓർത്തേക്ക്, കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് ആയിരിക്കും. എങ്ങനെ ആയിരിക്കണം? അപ്രദക്ഷിണ ദിശ. ഇത്ര ഉള്ളതിൽ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് കണ്ടെത്തേണ്ടത്. കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ തമ്പ് ഫോഴ്സ് താഴത്തേക്കാണ്. അപ്പോൾ എ ബി എന്നുള്ള ഭാഗം താഴത്തേക്കും സി ഡി എന്നുള്ള ഭാഗം മുകളിലേക്കാണ് വരേണ്ടത്. എ ബി എന്ന ഭാഗം താഴത്തേക്കും സി ഡി എന്ന ഭാഗം മുകളിലേക്കും, അതായത് ഇത് ആൻറ്റി ക്ലോക്കിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം മക്കളെ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ്? കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക്, അങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഐഡിയ മാത്രം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഏറ്റവും അവസാനത്തെ ചോദ്യം നമ്മളെ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ലൗഡ് സ്പീക്കർ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ, ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതേപോലത്തെ ചോദ്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ചോദ്യമാണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ടല്ലേ, വേർ ഈസ് ദ വോയിസ് കോയിൽ സിറ്റുവേറ്റഡ്? വോയിസ് കോയിൽ എവിടെയാണ്? ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, കാന്തിക മണ്ഡലത്തിനുള്ളിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. വോയിസ് കോയിൽ നിൽക്കുന്ന വോയിസ് കോയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? കാന്തിക മണ്ഡലത്തിനുള്ളിലാണ്. എവിടെയാണ്? ആ രണ്ട് കാന്തിക മണ്ഡലത്തിനുള്ളിലാണ്, രണ്ട് ഫീൽഡ് മാഗ്നറ്റിനുള്ളിലല്ലേ, അത്രേ ഉള്ളൂ. രണ്ടാമത്തേത് വോയിസ് കോയിൽ വൈദ്യുതി എത്തുന്നത് എവിടെ നിന്നാണ്? വോയിസ് കോയിലിലേക്ക് വൈദ്യുതി എത്തുന്നത് എവിടെ നിന്നാണ്? നമ്മൾ മൈക്കയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ആ വൈദ്യുതി നേരെ ആംപ്ലിഫയറിൽ എത്തുന്നു. ആംപ്ലിഫയർ എന്നാണ് ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്നത്. അപ്പോൾ എവിടെയായിരിക്കണം? ഫ്രം ദി ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്നോർത്തേക്ക്. ഏതാണ്? ആംപ്ലിഫയർ. ആംപ്ലിഫയർ. അപ്പോൾ വോയിസ് കോയിലിലേക്ക് കറണ്ട് എത്തുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആംപ്ലിഫയറിൽ നിന്നാണ്. ഓർത്ത് വയ്ക്കണം. ഇനി ഡയഫ്രം ബന്ധിപ്പിച്ചിരിക്കുന്ന ഏത് ഭാഗമായിട്ടാണ്? ഡയഫ്രം എപ്പോഴും ബന്ധിപ്പിച്ചിരിക്കുന്ന ഏതുമായിട്ടാണ്? വോയിസ് കോയിലുമായിട്ടാണ് അല്ലേ. ഡയഫ്രം കണക്ട് ചെയ്ത് ഏതുമായിട്ടാണ്? വോയിസ് കോയിലുമായിട്ടാണ്. അങ്ങനെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലൗഡ് സ്പീക്കർ എന്താണ്? ഇലക്ട്രിക് മോട്ടോറാണ്, വൈദ്യുത മോട്ടോറാണ്. ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തന തത്വമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പായിട്ടുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ റിവിഷനിൽ നിങ്ങൾ ഈ 5 ചോദ്യങ്ങളും പഠിച്ചു വെക്കണം. ഇതൊരൊറ്റ തവണ കേട്ട കുട്ടികൾക്ക് ഇനി ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈസിയാണ്. ഇതിനകത്തുള്ള ആ ടെക്നിക്കുകളൊക്കെ ഓർത്തേക്ക് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇടത് കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇടങ്ങേറാവാൻ വേണ്ടിയിട്ടല്ല. സമയം പോകുന്നത് നിങ്ങളറിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ ഇതുപോലുള്ള ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരികയാണ്. ഒന്നുമില്ലതാ, 2 മാഗ്നറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ മാഗ്നറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രത്യേകത വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. പൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പൊളാരിറ്റി, ഇതിന്റെ ധ്രുവത എങ്ങനെയായിരിക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിനകത്ത് 5 ടോപ്പ് മോസ്റ്റ് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ 5 ചോദ്യം നിങ്ങൾ പഠിച്ചോ, ഈ ചാപ്റ്റർ തീർന്നു. ഇത്രയുള്ളൂ മക്കളെ. ഇതേപോലെ ഓരോ ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ നമ്മുടെ ഫിസിക്സ് റിവിഷൻ ക്ലാസ്സിലെ 5 ടോപ്പ് മോസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം അവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് നേടട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കേടാ, ബൈ.